ഇടയ്ക്കിടയ്ക്ക് നമുക്ക് രോമാഞ്ചം ഉണ്ടാകാറില്ലേ? അതുപോലെ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ചുളിവുകൾ വരുന്നത് കണ്ടു കാണുമല്ലോ. നഖത്തിൽ വെള്ള കുത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ കണ്ണീര് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്? ഈ ചോദ്യങ്ങളെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോയും. അതുകൊണ്ട് അവസാനം വരെയും കാണുക. നമ്പർ 21. ചില ആളുകളുടെ നഖത്തിൽ കാണപ്പെടുന്ന വെള്ള കുത്തുകളും അടയാളങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഇത് ഉണ്ടാകാറില്ല. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അയൺ, പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങളുടെ കുറവ് വരുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതുപോലെ നമ്മുടെ ശരീരം നമുക്കുള്ളിലുള്ള പല രോഗങ്ങളെ കുറിച്ചുള്ള പല സിഗ്നലുകളും തന്നുകൊണ്ടേയിരിക്കും. നമ്പർ 20. 1989 പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ജേർണൽ ഓഫ് പബ്ലിക് ഹെൽത്തിൽ പറയുന്നത് പ്രകാരം ഇടതുകൈ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് എഴുതാൻ, ജോലികൾ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ഇടതുകൈ കൊണ്ട് ചെയ്യുന്നവർക്ക് വലതുകൈ ഉപയോഗിക്കുന്നവരെക്കാൾ ശരാശരി 9 മാസത്തോളം ആയുസ് കുറവായിരിക്കും. അതിന് കാരണമായി അതിൽ പറയുന്നത് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും വലതുകൈ ഉപയോഗിച്ച് ജോലികൾ ചെയ്യുന്നവരുടെ സൗകര്യത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇടതുകൈ ഉപയോഗിച്ച് ഇത്തരം ജോലികൾ ചെയ്യുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കൂടാതെ ഇടതുകൈ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ചെയ്യുന്നവർക്ക് വലതുകൈ ഉപയോഗിക്കുന്നവരെക്കാൾ അപകടം പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുവഴി അവരുടെ മരണം വരെ സംഭവിച്ചേക്കാം. നമ്പർ 19. നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. എന്നാൽ തലച്ചോറിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിനെ പകുതി മാറ്റിവെച്ചാൽ പോലും നമ്മുടെ തലച്ചോറിനൊരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ ഞെട്ടൽ ഉണ്ടായേക്കാം. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 40 വയസ്സുവരെ നമ്മുടെ തലച്ചോറ് വളർന്നുകൊണ്ടേയിരിക്കും. നമ്പർ 18. നമുക്ക് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ ഭക്ഷണം കഴിക്കൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എങ്കിൽ നമ്മൾ ഒരു ആയുഷ്കാലത്തിൽ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ചില ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിരുന്നു. അവർ കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ശരാശരി 70 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏകദേശം 3000 കിലോഗ്രാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമെന്നാണ്. എന്നാൽ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ വെക്കാൻ സഹായിക്കുന്ന ഫാക്ടർ. അതിനായി നമ്മൾ നമ്മുടെ മെറ്റബോളിസം വരുതിയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതുമായ ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. ശരിയായ പോഷകാഹാരവും ചലനവും സ്നേഹവും ഉപയോഗിച്ചുകൊണ്ട് മെറ്റബോളിസം സുഖപ്പെടുത്തുന്നതിന് സമയവും ക്ഷമയും പ്രതിബദ്ധതയും ആവശ്യമാണ്. മെറ്റബോളിസം കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനായി ഹൗ ടു ഹീൽ യുവർ മെറ്റബോളിസം എന്ന പുസ്തകം നിങ്ങളെ സഹായിക്കും. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നത് കുക്കു FM എന്ന ആപ്ലിക്കേഷനിൽ ഇതിന്റെ മലയാളം ഓഡിയോ ബുക്ക് കേട്ടപ്പോഴാണ്. അതിൽ ഇൻഡെപ്തായി ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മന്ദഗതിയിലുള്ള മെറ്റാബോളിസത്തിന് വാർദ്ധക്യത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തുകാരി കേറ്റ് ഡീറിംഗ് ഹൗ ടു ഹീൽ യുവർ മെറ്റാബോളിസം എന്ന പുസ്തകം തുടങ്ങുന്നത് തന്നെ. നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഒട്ടനവധി പുസ്തകങ്ങൾ മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും. മാത്രമല്ല കുക്കു FMന്റെ പ്രീമിയം വെർഷന്റെ മെമ്പർഷിപ്പ് ഫീ വെറും 399 രൂപ മാത്രമാണ്. MOTI50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 50% ഡിസ്കൗണ്ടിൽ, അതായത് ഒരു വർഷത്തേക്ക് വെറും 199 രൂപയിൽ പ്രീമിയം മെമ്പറായി എല്ലാ ഓഡിയോ ബുക്കുകളും കേൾക്കാൻ സാധിക്കും. ദിവസവും 1 രൂപയിലും താഴെ മുടക്കി ഇത്രയും വലിയ അറിവുകൾ നേടാൻ സഹായിക്കുന്ന ഒരു അവസരമാണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ചു നോക്കുക. നമ്പർ 17. ശരീരത്തിൽ നാവില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും തന്നെ രുചിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, അതായത് നമ്മുടെ നാവിന്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള ടേസ്റ്റ് തിരിച്ചറിയാനുള്ള കഴിവാണ് ഉള്ളത് എന്ന്. എന്നാൽ ഇത് തെറ്റാണ്. ഈയിടെ നടത്തിയ പഠനങ്ങൾ പ്രകാരം നമ്മുടെ നാവിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ തരത്തിലുമുള്ള രുചികൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പുരുഷന്മാരുടെ നാവിന്റെ ശരാശരി നീളം 3.3 ഇഞ്ചും സ്ത്രീകളുടെ നാവിന്റെ ശരാശരി നീളം 3.1 ഇഞ്ചുമാണ്. നമ്പർ 16. ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവമാണ് നമ്മുടെ ചുണ്ട്. നമ്മുടെ ചുണ്ടിന് പുറകില് മസീറ്റർ എന്ന പേരുള്ള ഒരു മസിലുണ്ട്. ഈ മസിൽ നമ്മളെ ഭക്ഷണം ചവയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ മസിലിന്റെ ശക്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മസിലിന്റെ സഹായത്തോടെ നമുക്ക് 90 കിലോ വരെ പൊക്കാൻ സാധിക്കും. നമ്പർ 15. ഒരു മനുഷ്യന്റെ തലമുടി ദിവസേന ശരാശരി 0.03 സെന്റിമീറ്റർ വരെ വളരുമത്രേ. അതുമാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ രോമവും മുടികളും ഉണ്ടാകുന്ന ഗ്രന്ഥികൾ അഥവാ ഹെയർ ഫോളിക്കിൾസ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ളപ്പോൾ തന്നെ വികസിക്കുന്ന ഒന്നാണ്. നമ്പർ 14. മനുഷ്യ ശരീരത്തിന്റെ ആകെ ഭാരത്തിന്റെ 2% ഭാരം മാത്രമേ അവരുടെ തലച്ചോറിന് ഉണ്ടാവുകയുള്ളൂ. എങ്കിലും നമ്മുടെ ശരീരം ദിവസേന ഉപയോഗിക്കുന്ന ഓക്സിജന്റെ 30% ഓക്സിജനും ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ ആക്ഷനുകളും നിയന്ത്രിക്കുന്നത് അവരുടെ തലച്ചോറാണ്.
അതുകൊണ്ടാണ് തലച്ചോറിന് ഇത്രയധികം ഓക്സിജൻ വേണ്ടി വരുന്നതും. നമ്പർ 13. ഇന്റർനാഷണൽ ഹൈപ്പർ ഹൈഡ്രോസിസ് സൊസൈറ്റി പറയുന്നത് പ്രകാരം ഒരു മനുഷ്യ ശരീരത്തിൽ 5 ലക്ഷത്തോളം വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടത്രേ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കാലുകളുടെ അടിയിലും കൈപ്പത്തിയിലും നെറ്റിയിലുമാണ്. ഒരാളുടെ ഒരു കാൽപാദത്തിൽ തന്നെ 1,25,000 വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടാകും. എന്നാൽ സ്ത്രീകളുടെ കാലുകളിൽ വിയർപ്പ് ഗ്രന്ഥികളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ കാലിൽ വിയർപ്പ് കുറയുന്നതും അവരുടെ കാൽപാദത്തിൽ നിന്നും ദുർഗന്ധം പുരുഷന്മാരുടെ അത്ര വരാത്തതും. നമ്പർ 12. ഒരു കൊതുക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ശരാശരി 0.01 മില്ലിലിറ്റർ രക്തം കുടിക്കുമത്രേ. ഒരു മനുഷ്യന്റെ മരണം ഇത്തരത്തിൽ കൊതുകുകടി മൂലം സംഭവിക്കണമെങ്കിൽ അയാളെ 20 ലക്ഷത്തോളം കൊതുകുകൾ കടിക്കേണ്ടി വരും. നമ്പർ 11. ഒരു മനുഷ്യ ശരീരത്തിന്റെ 73% വെള്ളമായിരിക്കും. അതിനാൽ തന്നെ ആരോഗ്യവാനായി ഇരിക്കാനായി വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നമ്മുടെ ശരീരഭാരത്തിന്റെ 1% കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ദാഹം തോന്നുക. മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അഭാവം ശരീരഭാരത്തിന്റെ 10% താഴെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെയും സംഭവിച്ചേക്കാം. നമ്പർ 10. മനുഷ്യ ശരീരത്തിലെ അതിവിശിഷ്ടമായൊരു കാര്യമാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ്. അഥവാ നിങ്ങൾക്കൊരു ഇരട്ട സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമായിരിക്കും. ഈ ഒരു സവിശേഷത ഉള്ളത് നമ്മുടെ വിരലുകൾക്ക് മാത്രമല്ല, നമ്മുടെ നാവിനും ഇത്തരം ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ നാവിന്റെ പ്രിന്റിന് വേറെ ഒരാളുമായി ഒരു തരത്തിലുള്ള സാമ്യവും ഉണ്ടാകില്ല. ആർക്കറിയാം, ഇന്ന് നമ്മൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്യുന്നത് പോലെ നാളെ ഭാവിയിൽ നമ്മുടെ നാവിന്റെ പ്രിന്റ് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. നമ്പർ 9. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സത്യം തന്നെയാണ്. കാരണം നമ്മുടെ ശ്വാസകോശത്തെ പുറത്തെടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ സ്പോഞ്ച് പോലെ പൊങ്ങിക്കിടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിൽ എപ്പോഴും 1 ലിറ്റർ ഓക്സിജൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെ റെസിഡ്യുവൽ ലങ് വോളിയം എന്നാണ് പറയുന്നത്. നമ്പർ 8. നിങ്ങൾ ഗാഢനിദ്രയിലാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മൂക്കിന്റെ അടുത്ത് വളരെ ദുർഗന്ധമുള്ള അല്ലെങ്കിൽ വളരെ സുഗന്ധമുള്ള ഒരു വസ്തു കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണരുമോ? അതേ, ഉണരുമെന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇതിനെപ്പറ്റി ഈ അടുത്തായി ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയൊരു പഠനത്തിൽ ആളുകളെ ഉറക്കി കിടത്തുകയും അവരിൽ പലരെയും ശരീരം കുലുക്കിയും ശബ്ദം കൊണ്ടും കണ്ണിലേക്ക് ടോർച്ചടിച്ചും മറ്റും ഉണർത്താൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം ഉണർന്നു. എന്നാൽ മൂക്കിന്റെ അടുത്ത് ദുർഗന്ധവും സുഗന്ധവുമുള്ള വസ്തുക്കൾ കൊണ്ടുവച്ചപ്പോൾ ആരും തന്നെ ഉണർന്നില്ല. അതിനാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മണത്തിലൂടെ നമ്മളെ ഉണർത്താൻ കഴിയില്ല എന്ന് സാരം. നമ്പർ 7. 2 ആളുകൾ 10 സെക്കൻഡോളം ചുംബിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വായിൽ നിന്നും 8 കോടിയോളം ബാക്ടീരിയകൾ മറ്റേ ആളുടെ വായിലേക്ക് കടക്കുമത്രേ. എന്നാൽ ഇത് കേട്ടിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്. 2 പേര് ചുംബിക്കുമ്പോൾ ഇത്തരത്തിൽ പരസ്പരം വായിലേക്ക് കടക്കുന്നത് നല്ല ബാക്ടീരിയകളാണ്. അതിനാൽ ചുംബിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് എന്നർത്ഥം. നമ്പർ 6. ചെറിയ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ കണ്ണീരുണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കണ്ണുനീര് ഗ്രന്ഥികൾ വളരെ പതിയെയാണ് വികസിക്കുക. മാത്രമല്ല, ഒരു മനുഷ്യന്റെ മൂക്കും ചെവിയും അയാൾ മരിക്കുന്നത് വരെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്പർ 5. കുറെ നേരം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൈകാലുകളുടെ വിരലുകളിൽ ചുളിവുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ചുളിവുകൾ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ഇംഗ്ലണ്ടിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ നേരം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലും കാലുകളിലും ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരം ഇത്തരത്തിൽ ചുളിവുകൾ ഉണ്ടാക്കുന്നത്. അഥവാ ഈ ചുളിവുകൾ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടിക്കാൻ കഴിയില്ല. അത് നമ്മുടെ കൈകളിൽ നിന്നും വഴുതി പോകും. നമ്പർ 4. ഒരു മനുഷ്യൻ അയാളുടെ ആയുസിൽ ഏകദേശം 1,60,000 കിലോമീറ്ററുകൾ നടക്കുമത്രേ. നമുക്ക് 4 പ്രാവശ്യം ഭൂമിയെ വലയം ചെയ്യാൻ കഴിയുന്നത്ര ദൂരമാണിത്. ദിവസവും ഏകദേശം 30 മിനിറ്റോളം നടന്നാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറയുകയും നമ്മുടെ ആയുസ് കൂടുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്പർ 3. ശരീരത്തിൽ ഇടയ്ക്കിടെ രോമാഞ്ചം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? പേടിപ്പെടുത്തുന്ന ഒരു സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള കാറിൽ ഇരിക്കുമ്പോൾ, കൂടാതെ വളരെ ഉച്ചത്തിലുള്ള പാട്ടുകളുള്ള ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടായേക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അഡ്രിനാലിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അളവിൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനാലാണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത്. നമ്പർ 2. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലായിരിക്കും. മാത്രമല്ല, പുരുഷന്മാർക്ക് ഒരേ നിറത്തിന്റെ വേറിട്ട ഷെയ്ഡുകൾ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു മിനിറ്റിൽ ശരാശരി 18 മുതൽ 20 പ്രാവശ്യം വരെ കണ്ണ് ചിമ്മുമ്പോൾ ഒരു പുരുഷൻ ശരാശരി 11 മുതൽ 12 പ്രാവശ്യം വരെ കണ്ണ് ചിമ്മുകയുള്ളൂ. നമ്പർ 1. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലിയെടുക്കുന്ന അവയവവും നമ്മുടെ ഹൃദയം തന്നെയാണ് എന്നതിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാകില്ല.
ഒരു പുരുഷന്റെ ഹൃദയം തുടിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീയുടെ ഹൃദയം തുടിക്കുമത്രേ. നമ്മുടെ ഹൃദയം ദിവസവും 9000-ഓളം ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിംഗ് വർഷം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തെ 30 അടി ഉയരത്തിലേക്ക് വരെ തെറിപ്പിക്കാനുള്ള പവർ നമ്മുടെ ഹൃദയത്തിനുണ്ട്. കുക്കു FM-ൽ നിന്നും ഹൗ ടു ഹീൽ യുവർ മെറ്റബോളിസം എന്ന പുസ്തകം വായിക്കാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.